നമസ്കാരം. പ്രധാന വാർത്തകൾ. ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ വിവിധ പ്രദേശങ്ങളിൽ മഞ്ഞപ്പിത്തം പടരുന്നു. പഞ്ചായത്തിലെ 13-ാം വാർഡ് പഴഞ്ചേരിക്കുന്ന പ്രദേശത്ത് 30-ലേറെ പേർക്ക് രോഗബാധ. പ്രദേശത്ത് പ്രത്യേക മെഡിക്കൽ ക്യാമ്പ്. 14 പേരുടെ രക്തസാമ്പിളുകൾ വിദഗ്ധ പരിശോധനയ്ക്കായി അയച്ചു. മഞ്ഞപ്പിത്തത്തിനെതിരെ അതീവ ജാഗ്രതയോടെ ആരോഗ്യവകുപ്പും ഗ്രാമപഞ്ചായത്തും. മഴക്കാലക്കെടുതികളെ നേരിടാൻ സംസ്ഥാനം സജ്ജമെന്ന് മന്ത്രി കെ രാജൻ. ആവശ്യമെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കും. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും പ്രളയത്തിന് സാധ്യതയില്ലെന്നും മന്ത്രി. കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ പത്തിരിപ്പാല മേഖലയിൽ വ്യാപക നാശനഷ്ടം. തൃശൂർ കുന്നംകുളം പാറയമ്പാടത്ത് വ്യാജ ഡോക്ടർ പിടിയിൽ. ആസാം സ്വദേശി 53-കാരൻ പ്രകാശ് മണ്ഡലാണ് പിടിയിലായത്. റോഷ്നി ക്ലിനിക് എന്ന സ്ഥാപനത്തിന്റെ മറവിലാണ് പ്രതി വ്യാജ ചികിത്സ നടത്തിയിരുന്നത്. കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടം. പറളിയിൽ കനത്ത മഴയിൽ കൃഷിഭൂമി വെള്ളക്കെട്ടിലായി. തരൂരിൽ വീടിന് മുകളിൽ മരം കടപുഴകി വീണു. തൃശൂർ സ്വരാജ് റൌണ്ടിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിലേക്ക് മരം വീണു. തൃശൂർ റൌണ്ടിൽ ഗതാഗതം തടസ്സപ്പെട്ടു. ഒറ്റപ്പാലം നഗരസഭാ ബസ് സ്റ്റാൻഡിൽ പാർക്കിംഗ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. ബസിന്റെ ബോർഡുകൾ യാത്രക്കാർക്ക് വ്യക്തമാകുന്ന രീതിയിലാണ് പുതിയ പാർക്കിംഗ് ക്രമീകരണം. പാലക്കാട് ജില്ലാ ലൈബ്രറി കൌൺസിലിന്റെ നേതൃത്വത്തിൽ ഒറ്റപ്പാലം സബ് ജയിലിലേക്ക് പുസ്തകങ്ങളും ഫർണിച്ചറുകളും നൽകി. സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിലാണ് പുസ്തകങ്ങൾ അനുവദിച്ചത്. ഷൊർണൂരിൽ ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള രണ്ടാമത്തെ റെയിൽവേ മേൽപ്പാലത്തിന്റെ ഗർഡറുകൾ മാറ്റുന്ന പ്രവൃത്തികൾക്ക് തുടക്കമായി. ശക്തമായ മഴയുണ്ടായില്ലെങ്കിൽ പ്രവൃത്തി 6 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. പ്രവൃത്തി ഏറ്റെടുത്തിരിക്കുന്നത് സേലം ആസ്ഥാനമായ DR ഇൻഫ്രാസ്ട്രക്ചർ. തൃശൂർ കൊരട്ടിയിൽ 15 ഗ്രാം MDMA-യുമായി യുവാവ് പിടിയിൽ. കൊരട്ടി പോലീസിന്റെ പിടിയിലായത് കണ്ണൂർ ഇരിട്ടി സ്വദേശി അമൽ കൃഷ്ണൻ. പിടികൂടിയത് ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് കടത്തുകയായിരുന്ന മയക്കുമരുന്ന്. വാർത്തകൾ വിശദമായി. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ പഴഞ്ചേരിക്കുന്ന് മേഖലയിൽ മഞ്ഞപ്പിത്തം പടരുന്നു. ഇതിനകം 31 കേസുകളാണ് മേഖലയിൽ മാത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പ്രതിരോധ പ്രവർത്തനങ്ങൾ ആവശ്യമാണെന്നും അതീവ ജാഗ്രത പുലർത്തണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു. മലപ്പുറം, എറണാകുളം ജില്ലയിൽ മഞ്ഞപ്പിത്തം വ്യാപകമായതിന് പിന്നാലെയാണ് പാലക്കാട് ജില്ലയിലെ പിരായിരി, കുമരമ്പത്തൂർ, ഓങ്ങല്ലൂർ എന്നിവിടങ്ങളിൽ മഞ്ഞപ്പിത്ത കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ 13-ാം വാർഡിൽപ്പെട്ട പഴഞ്ചേരിക്കുന്ന് പ്രദേശത്ത് ഇപ്പോൾ മഞ്ഞപ്പിത്തം കൂടുതൽ പടർന്നു പിടിച്ചിരിക്കുകയാണ്. നിലവിൽ ആരോഗ്യവകുപ്പിന്റെ കണക്ക് പ്രകാരം 31 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 13 വയസ്സുകാരിക്ക് മഞ്ഞപ്പിത്തം മൂർച്ഛിച്ച് ICUവിൽ ആയപ്പോഴാണ് പ്രശ്നം കൂടുതൽ ഗൗരവത്തോടെ കാണുന്നത്. കേസുകൾ കൂടാൻ സാധ്യതയുണ്ടെന്നും അതീവ ഗൗരവത്തോടെ കാണണമെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ നിർദ്ദേശം നൽകി. ജാഗ്രത പാലിക്കുന്നതോടൊപ്പം മേഖലയിൽ പ്രതിരോധ മാർഗങ്ങളും ആവശ്യമായിട്ടുണ്ട്. വീടുകളിൽ കയറി ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണത്തിന് തുടക്കം കുറിച്ചു. മലപ്പുറം, എറണാകുളം ജില്ലയിൽ മഞ്ഞപ്പിത്തം ബാധിച്ച് മരണം വരെ സംഭവിച്ച സാഹചര്യത്തിലാണ് ഓങ്ങല്ലൂർ പഴഞ്ചേരിക്കുന്ന് മേഖലയിൽ ആരോഗ്യവകുപ്പ് അതീവ ജാഗ്രത പുലർത്തുന്നത്. പഴഞ്ചേരിക്കുന്ന് മേഖലയിൽ 31 കേസുകളടക്കം പഞ്ചായത്തിലെ വിവിധ മേഖലകളിലായി ആകെ 35 കേസുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതെന്ന് ആരോഗ്യ വിഭാഗം അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഓങ്ങല്ലൂർ പഴഞ്ചേരിക്കുന്ന് പ്രദേശത്ത് മഞ്ഞപ്പിത്തം വ്യാപകമായ സാഹചര്യത്തിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. DMO ഡോക്ടർ വിദ്യ ഉദ്ഘാടനം ചെയ്തു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ആവശ്യമാണെന്നും വ്യക്തിശുചിത്വം ഉൾപ്പെടെ ജാഗ്രത പുലർത്തണമെന്നും DMO നിർദ്ദേശിച്ചു. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ 13-ാം വാർഡ് പഴഞ്ചേരിക്കുന്ന് മേഖലയിൽ മഞ്ഞപ്പിത്തം കൂടിയ സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഓങ്ങല്ലൂർ PHCയുടെ ആഭിമുഖ്യത്തിൽ തിങ്കളാഴ്ച രാവിലെ മുതൽ ഉച്ചവരെ പഴഞ്ചേരി ജുമാ മസ്ജിദ് മഹല്ല് കമ്മിറ്റിയിലായിരുന്നു ക്യാമ്പ്. DMO ഡോക്ടർ വിദ്യ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ആവശ്യമാണെന്നും ജാഗ്രത പുലർത്തണമെന്നും DMO ആവശ്യപ്പെട്ടു. ഉപയോഗിച്ച സാധനങ്ങളുമായിട്ട് നമ്മൾക്ക് കോണ്ടാക്ട് വരുന്നു. അതായത് അവരുപയോഗിച്ച പാത്രം, അവരുപയോഗിച്ച ഗ്ലാസ്, പിന്നെ അവർ ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ അതിനുശേഷം നമ്മളത് ക്ലീൻ ചെയ്യാതെ നമ്മൾ ആ ടോയ്ലറ്റ് ഉപയോഗിക്കുമ്പോൾ ഒക്കെയാണ് നമുക്ക് ഈ ഒരു രോഗം വരുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത്, ഇപ്പോൾ ഓൾറെഡി 31 കേസായി. നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ നോക്കേണ്ടത്, ഒന്ന്, നമ്മുടെ വീട്ടിൽ രോഗികളുണ്ടെങ്കിൽ അവരെ പ്രത്യേകം ഒരു മുറിയിൽ നമ്മൾ പാർപ്പിക്കുക, ഐസൊലേഷൻ ചെയ്യണം അവരെ. അതിൽ നമ്മളൊരു ബുദ്ധിമുട്ടും നമ്മൾ വിചാരിക്കേണ്ട. അവരെ ഐസൊലേഷൻ ചെയ്യുക. വേറെ പ്രത്യേകിച്ച് നമ്മൾ പണ്ട് കോവിഡിൻ്റെ സമയത്ത് നമ്മൾ ഐസൊലേഷനൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. ഒരു പ്രത്യേക മുറിയിൽ അവരെ പാർപ്പിക്കുക. ചടങ്ങിൽ ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ അധ്യക്ഷയായി. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജലജ ശശികുമാർ, കൊപ്പം കുടുംബാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ ലീലാകുമാരി, മെമ്പർ മുജിബുദ്ദീൻ, ഡോക്ടർ ശ്രീകുമാർ, ഹെൽത്ത് ഇൻസ്പെക്ടർ മനോജ്,
ഹെൽത്ത് സൂപ്പർവൈസർ ഗോപിനാഥ്, അജി ആനന്ദ് തുടങ്ങിയവർ സംസാരിച്ചു. ഡോക്ടർ ശ്രീകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ഡോക്ടർമാർ ക്യാമ്പിന് നേതൃത്വം നൽകി. ആകെ 43 പേരെ പരിശോധന നടത്തി. ഇതിൽ 14 പേരുടെ രക്തസാമ്പിളുകൾ വിദഗ്ധ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. മഴക്കാലക്കെടുതികളെ നേരിടാൻ സംസ്ഥാനം സജ്ജമെന്ന് മന്ത്രി കെ രാജൻ. ആവശ്യമെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കും. ഇതിനായി സ്ഥലങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. NDRFന്റെ 2 ടീം തൃശൂരിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും പ്രളയത്തിന് സാധ്യതയില്ലെന്നും മന്ത്രി തൃശൂരിൽ പറഞ്ഞു. NDRFന്റെ സേവനം ഏതു ഘട്ടത്തിലും നൽകാം എന്ന ധാരണ NDRFുമായി ബന്ധപ്പെട്ട് ഇതിനകം തയ്യാറാക്കിയിട്ടുണ്ട്. ഇപ്പോൾ തൃശ്ശൂരിലെ ക്യാമ്പിൽ NDRFന്റെ 2 സംഘങ്ങളുണ്ട്. ആവശ്യമായ ഘട്ടത്തിൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് അവരെ ഉപയോഗിക്കേണ്ടി വന്നാൽ ഉപയോഗിക്കാം. ആ വിധത്തിൽ സജ്ജമാണ്. 14 ജില്ലകളിലും ഏതെങ്കിലും വിധത്തിൽ മഴ കൂടുന്നതിനനുസരിച്ച് ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വന്നാൽ ആവശ്യമായിട്ടുള്ള ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇതിനകം ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ പത്തിരിപ്പാല മേഖലയിൽ വ്യാപക നാശനഷ്ടം. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ചവിട്ടിലത്തോട് കരകവിഞ്ഞൊഴുകി. നെൽപ്പാടങ്ങൾ വെള്ളത്തിൽ മുങ്ങി. പ്രദേശത്തെ ഭൂരിഭാഗം റോഡുകളും ചളി നിറഞ്ഞ ഗതാഗതം തടസ്സപ്പെട്ടു. മണ്ണൂർ പള്ളിപ്പടി മങ്കര റോഡിന്റെ ഓവുപാലത്തിന് സമീപം റോഡിൽ വലിയ ഗർത്തം രൂപപ്പെട്ട് ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. ജൽജീവൻ മിഷൻ പൈപ്പിടാനായി ചാലെടുത്ത റോഡാണ് തകർന്നത്. ഇതേ റോഡിൽ കിഴക്കമ്പുറം ചെറിയ പള്ളിക്ക് സമീപവും റോഡ് ചെളിയിൽ മുങ്ങി. മുട്ടോളം ചെളിയിലൂടെയുള്ള യാത്ര ദുരിതമായി. ജൽജീവൻ പൈപ്പിടാനായി എടുത്ത മണ്ണും സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് നിന്ന് ഒലിച്ചു വന്ന മണ്ണും റോഡിൽ തളം കെട്ടിയതോടെ ഈ വഴിയിലൂടെയുള്ള യാത്രയും ദുരിതമായി. രാവിലെ മണ്ണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് S. അനിതയുടെ നേതൃത്വത്തിൽ അധികൃതർ സ്ഥലത്തെത്തി മണ്ണ് നീക്കാനുള്ള നടപടിയെടുത്തു. തകർന്ന ഗർത്തം രൂപപ്പെട്ട റോഡ് താൽക്കാലികമായി കോറി വേസ്റ്റ് ഇട്ട് ഗതാഗത യോഗ്യമാക്കാനും നടപടി സ്വീകരിച്ചതായി പ്രസിഡന്റ് അറിയിച്ചു. പഞ്ചായത്തിലേക്ക് ഉള്ള പൈപ്പ് ലൈൻ ഇട്ടതിൻ്റെ ഭാഗമായി നമ്മുടെ മണ്ണൂർ താഴെപ്പുഴ ഭാഗങ്ങളിൽ പാടശേഖരത്ത് ഉണ്ടായ കാലവർഷത്തിൻ്റെ ഭാഗമായി വെള്ളം കൂടുതലായി നിറയുകയും ജലജീവൻ മിഷൻ്റെ പ്രവർത്തനത്തിൻ്റെ പൈപ്പിട്ട ഭാഗം തള്ളി, അതായത് റോഡ് പകുതിയോളം പൊളിഞ്ഞു പോകുന്നൊരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. നിലവിൽ കൽപ്പത്തും ചാലുമുള്ള പ്രദേശമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അത് ഭാഗങ്ങളും അപകടാവസ്ഥയിലാണ്. വാഹനങ്ങൾക്ക് പോലും പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. വാട്ടർ അതോറിറ്റിയെ AHCയുമായും DEയുമായിട്ടും വിളിച്ച് സംസാരിക്കുകയുണ്ടായി. വൈസ് പ്രസിഡന്റ് OV സ്വാമിനാഥനും പഞ്ചായത്ത് അംഗങ്ങളും കൂടെയുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. തൃശൂർ കുന്നംകുളത്ത് വ്യാജ ഡോക്ടർ പിടിയിൽ. ആസാം സ്വദേശിയും വർഷങ്ങളായി കേരളത്തിൽ താമസിച്ചു വരുന്നതുമായ 53 വയസ്സുള്ള പ്രകാശ് മണ്ഡലാണ് പിടിയിലായത്. പാറയമ്പാടത്ത് പ്രവർത്തിച്ചിരുന്ന റോഷ്നി ക്ലിനിക് എന്ന സ്ഥാപനത്തിന്റെ മറവിലാണ് പ്രതി വ്യാജ ചികിത്സ നടത്തിയിരുന്നത്. ചികിത്സിക്കാൻ ആവശ്യമായ രേഖകളില്ലാതെ പൈൽസിനും ഫിസ്റ്റുലയ്ക്കും ചികിത്സ നടത്തിയതിനാണ് ഇയാളെ കുന്നംകുളം പോലീസ് പിടികൂടിയത്. പ്രതി പാറയമ്പാടത്ത് വാടക വീടെടുത്ത് ആരംഭിച്ച റോഷ്നി ക്ലിനിക് എന്ന സ്ഥാപനത്തിന്റെ മറവിലാണ് വ്യാജ ചികിത്സ നടത്തിയിരുന്നത്. കുന്നംകുളം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ UK ഷാജഹാന്റെ നിർദ്ദേശപ്രകാരം പ്രിൻസിപ്പൽ സബ് ഇൻസ്പെക്ടർ ജീഷിലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. മേഖലയിൽ പൈൽസിനും ഫിസ്റ്റുലയ്ക്കും വ്യാജ ചികിത്സ നടത്തുന്നുണ്ടെന്ന് കുന്നംകുളം പോലീസിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. ക്ലിനിക്കിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ നിരവധി രേഖകളും ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന വസ്തുക്കളും പിടികൂടി. വൈദ്യപരിശോധനയ്ക്കു ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ തൃശൂർ. പറളി തേനൂരിൽ കനത്ത മഴയിൽ സംരക്ഷണ ഭിത്തി തകർന്ന സ്വകാര്യ വ്യക്തിയുടെ കൃഷിഭൂമി വെള്ളക്കെട്ടിലായി. തേനൂർ കോട്ടായി റോഡ് തടയണയുടെ സമീപം താമസിക്കുന്ന TK മുഹമ്മദിന്റെ കൃഷിസ്ഥലത്തിന്റെ സംരക്ഷണ ഭിത്തിയാണ് തിങ്കളാഴ്ച പുലർച്ചെയുണ്ടായ കനത്ത മഴയെ തുടർന്ന് ഭാഗികമായി തകർന്നത്. കനത്ത മഴയിൽ TK മുഹമ്മദിന്റെ 10 സെന്റ് ഭൂമിയോളം പുഴയെടുത്തു. ഭിത്തിയുടെ ശേഷിക്കുന്ന ഭാഗവും തകർച്ചാ ഭീഷണിയിലാണ്. മുൻപ് മൂലത്തറ ഡാം തകർന്നപ്പോൾ പുഴ ഗതിമാറി ഒഴുകിയതിനെ തുടർന്ന് 1/2 ഏക്കറോളം സ്ഥലം നഷ്ടപ്പെട്ടിരുന്നതായി സ്ഥലമുടമ മുഹമ്മദ് പറയുന്നു. അന്ന് സംസ്ഥാന സർക്കാർ 300 മീറ്ററോളം നീളത്തിൽ നിർമ്മിച്ചു നൽകിയ സംരക്ഷണ ഭിത്തിയുടെ ഒരു ഭാഗമാണ് തിങ്കളാഴ്ച പുലർച്ചെ തകർന്നത്. പ്രദേശത്തുണ്ടായിരുന്ന തോട് നികത്തിയതും തന്റെ കൃഷിസ്ഥലത്തേക്ക് വെള്ളം കുത്തിയൊലിച്ചെത്താൻ കാരണമായതായി സ്ഥലമുടമ പറയുന്നു. ന്യൂസ് ബ്യൂറോ കോട്ടായി. കനത്ത മഴയിൽ വീടിന് മുകളിൽ മരം വീണ് വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു. തരൂർ പഞ്ചായത്ത് 4-ാം വാർഡിൽ പഴമ്പാലക്കോട് മൊയ്യത്തൻ പറമ്പിൽ യേശുവിന്റെ വീടാണ് കഴിഞ്ഞ ദിവസമുണ്ടായ മഴയിൽ തകർന്നത്. ഞായറാഴ്ച രാത്രി 8 മണിയോടുകൂടി
വീടിന് സമീപത്ത് വേലിയോരത്ത് നിന്നിരുന്ന വേപ്പുമരമാണ് കടപുഴകി വീടിന് മുകളിലേക്ക് വീണത്. വീടിന്റെ മേൽക്കൂരയോടൊപ്പം ആസ്ബറ്റോസ് ഷീറ്റ് മേഞ്ഞ ബാത്റൂമിന്റെ മേൽക്കൂരയും ചുവരുകളും ഇതോടൊപ്പം തകരുകയായിരുന്നു. മേൽക്കൂരയിൽ ചിതലുകൾ കയറി ദ്രവിച്ചും മൺചുവരുകൾ വിണ്ടുകീറിയുമുള്ള വീടിനെ മഴയിൽ നിന്നും വെയിലിൽ നിന്നും സംരക്ഷിക്കുന്നതിനായി ടാർപ്പായ വലിച്ചു കെട്ടിയായിരുന്നു സംരക്ഷിച്ചു വന്നത്. മരം വീഴുന്ന സമയത്ത് വേശുവും ഭർത്താവ് വേലായുധനും മകൾ സുനിതയും മകനുമായിരുന്നു വീട്ടിനകത്തുണ്ടായിരുന്നത്. മരം വീഴുന്ന ശബ്ദം കേട്ട് ഏവരും പുറത്തേക്ക് ഓടിയതിനാൽ ഭാഗ്യവശാൽ ആർക്കും അപായമുണ്ടായില്ല. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുടുംബത്തിന്റെ ഉപജീവനമാർഗം പ്രധാനമായും വേശുവിന്റെ മകൾ സുനിതയ്ക്ക് കൂലിപ്പണി ചെയ്ത് കിട്ടുന്ന തുച്ഛ വരുമാനമാണ്. അസുഖബാധിതയായ അമ്മയ്ക്ക് വികലാംഗ പെൻഷൻ ഉണ്ടെങ്കിലും കുടുംബം പുലർത്തുന്നതിന് ഈ തുക മതിയാകില്ല. മരം വീണ് വീട് തകർന്ന അവസ്ഥ വിവരിക്കുന്ന വേളയിൽ 2020 ലൈഫ് ഭവന പദ്ധതിയിൽ അപേക്ഷ സമർപ്പിച്ചെങ്കിലും ഇതുവരെയും പാസ്സായിട്ടില്ലെന്ന സങ്കടവും സുനിത പങ്കുവച്ചു. വീടേ കിട്ടുന്നില്ല, അതാണ് ഏറ്റവും വിഷമം. ലൈഫിലൊക്കെ കൊടുത്തു, അപ്പം ഞങ്ങൾ പേരുണ്ട് വഴിയല്ലാണ്ട് വന്നൊന്നും ആരും അന്ന് അന്വേഷിക്കാൻ ഒന്നിനും വരുന്നില്ല. ബന്ധപ്പെട്ട അധികൃതർ ആവശ്യമായ സഹായം നൽകുന്നതിന് വിമുഖത കാട്ടുകയാണെന്നും അവർ കൂട്ടിച്ചേർത്തു. സുമനസ്സുകളുടെ കാരുണ്യം കാത്ത് കഴിയുകയാണ് വിധിയുടെ വിളയാട്ടത്തിൽ പകച്ചുപോയ കുടുംബാംഗങ്ങൾ. ഇനി ഈ മഴ പെയ്യും, ഈ മഴക്കാലത്ത് ഞങ്ങൾക്ക് ഈ വീട്ടിൽ ഇരിക്കാൻ പറ്റുമോയെന്ന് അറിയില്ല. അതൊരു ടെൻഷനുള്ളൂ, എന്ത് ചെയ്യുമെന്നും അറിയില്ല. ന്യൂസ് ബ്യൂറോ, കോട്ടായി. തൃശൂർ സ്വരാജ് റൗണ്ടിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിലേക്ക് മരം കടപുഴകി വീണു. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ബാനർജി ക്ലബിന് മുൻവശത്തായിരുന്നു അപകടം. സംഭവ സമയത്ത് കാറിൽ 4 യാത്രക്കാർ ഉണ്ടായിരുന്നു. 4 പേരും നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. മരം വീണതോടെ റൗണ്ടിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. ഫയർഫോഴ്സ് എത്തി റോഡിൽ നിന്ന് മരം മുറിച്ചു നീക്കി. ഒറ്റപ്പാലം നഗരസഭാ ബസ് സ്റ്റാൻഡിൽ യാത്രക്കാർക്ക് ബസിന്റെ ബോർഡുകൾ വ്യക്തമാകുന്ന രീതിയിൽ പാർക്കിംഗ് ക്രമീകരണം ഏർപ്പെടുത്തി. ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകിദേവിയുടെ നേതൃത്വത്തിൽ ചേർന്ന ട്രാഫിക് ക്രമീകരണ സമിതിയിൽ എടുത്ത തീരുമാനമാണ് നടപ്പിലാക്കിയത്. ബസ് സ്റ്റാൻഡിൽ യാത്രക്കാർ ബസ് കാത്തു നിൽക്കുന്നതിന്റെ എതിർവശത്തേക്കാണ് ബസ്സുകളുടെ മുൻഭാഗം നിർത്തിയിരുന്നത്. സ്റ്റാൻഡിൽ ഇത് നിരവധി അപകടങ്ങൾക്കാണ് വഴിവെച്ചത്. എങ്ങോട്ട് പോകുന്ന ബസ്സാണെന്ന് നോക്കാൻ ബസ്സിനെ പ്രദർശനം വെക്കേണ്ട അവസ്ഥയുമുണ്ടായി. ഇതാണ് പുതിയ പരിഷ്കാരത്തിലൂടെ മാറ്റം വന്നത്. ബസ് സ്റ്റാൻഡിനോട് അഭിമുഖമായി ബസ് നിർത്തിയാൽ ബസ് സ്റ്റാൻഡിലൂടെ തന്നെ നടന്നുവന്ന് യാത്രക്കാർക്ക് ബസ്സിൽ കയറാനാകും. സ്കൂൾ കൂടി തുറന്നാൽ ബസ് സ്റ്റാൻഡിൽ തിരക്ക് വർദ്ധിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് വേഗത്തിൽ നടപടി. ജനങ്ങളുടെ അഭിപ്രായം മാനിച്ചാണ് ട്രാഫിക് ക്രമീകരണ കമ്മിറ്റിയിൽ പുതിയ പരിഷ്കരണത്തിന് തീരുമാനമായത്. ബസ് സ്റ്റാൻഡിനോട് അഭിമുഖമായി ബസ്സുകൾ നിർത്തുമ്പോൾ കോൺക്രീറ്റ് ഡിവൈഡറുകളിൽ ബസ് തട്ടുന്നുണ്ട്. തട്ടുന്ന ഡിവൈഡറുകൾ മാറ്റാനുള്ള നടപടിയും ആരംഭിച്ചു. പുതിയ പരിഷ്കാരം എല്ലാവരും സ്വീകരിച്ചു കഴിഞ്ഞു. ഇത് നടപ്പാക്കാനായി ബസ് സ്റ്റാൻഡിലെത്തിയ പോലീസ്, വാഹന വകുപ്പ് തുടങ്ങിയ ഉദ്യോഗസ്ഥർക്ക് നഗരസഭയുടെ നന്ദിയുണ്ടെന്ന് സ്റ്റാൻഡ് സന്ദർശിച്ച ശേഷം നഗരസഭാ വൈസ് ചെയർമാൻ കെ രാജേഷ് പറഞ്ഞു. സ്ഥിരം സമിതി ചെയർമാൻ കെ അബ്ദുൽ നാസർ, കൗൺസിലർമാരായ എം അക്ബർ അലി, സബിത മണികണ്ഠൻ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. ബസ് സ്റ്റാൻഡിനകത്ത് ബസ്സുകൾ പാർക്ക് ചെയ്തിരുന്നത് യാർഡിലേക്ക് അഭിമുഖമായിട്ടാണ്. ഇത് യാത്രക്കാർക്ക് ഒരുപാട് അപകടങ്ങൾ സംഭവിക്കുന്നു എന്നതിൻ്റെ ഭാഗമായി ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയും പൊതുജനങ്ങളുടെയും അഭ്യർത്ഥനയെ തുടർന്നാണ് ബസ്സുകൾ ബസ് സ്റ്റാൻഡിന് കടമുറികൾക്ക് അഭിമുഖമായി നിർത്തണം എന്ന് തീരുമാനിച്ചത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ബസ്സിൻ്റെ ഓണർമാരും ജീവനക്കാരും ഒരുപാട് നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പറഞ്ഞിരുന്നു. പരമാവധി നഗരസഭ എന്ന നിലയ്ക്ക് ആ കാര്യങ്ങൾ നടപ്പാക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡിവൈഡറുകൾ, കോൺക്രീറ്റിൻ്റെ ഡിവൈഡറുകൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അത് കട്ട് ചെയ്യുന്ന പ്രവർത്തനം നടന്നു വരികയാണ്. ഇന്നലെ കുറേയേറെ ഭാഗം അത് മുറിച്ചു മാറ്റാൻ വേണ്ടി കഴിഞ്ഞു. ചില ഭാഗങ്ങളിൽ ബസ് നിർത്തിയിട്ടതിൻ്റെ ഭാഗമായി അത് പൂർണ്ണമായി മാറ്റാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അത് ഇന്നും മാറ്റുന്നതാണ്. മാത്രമല്ല, ബസ് സ്റ്റാൻഡിനകത്തേക്ക് വരുന്ന ഭാഗത്ത് ഡിവൈഡർ വെച്ച് തിരിച്ചിട്ടുണ്ട്. അത് കുറച്ചുകൂടി വീതി കുറവാക്കി ഒരു ബസ്സിന് മാത്രം വരുന്ന രൂപത്തിലാക്കി യാർഡിൻ്റെ വീതി കൂട്ടാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ബസ്സുകളുടെ അമിത വേഗത കാരണം സ്റ്റാൻഡിൽ വെച്ച് അതിഥി തൊഴിലാളി ബസ്സിടിച്ചു മരിക്കുന്ന സ്ഥിതിയുണ്ടായി. സ്റ്റാൻഡിൽ ബസ്സുകളുടെ വേഗം കുറച്ച് യാത്രക്കാർക്ക് സുരക്ഷയൊരുക്കാൻ കഴിഞ്ഞ ദിവസം ഹമ്പ് സ്ഥാപിച്ചിരുന്നു. നിലവിൽ CCTVയുടെ നിരീക്ഷണത്തിലാണ് ബസ് സ്റ്റാൻഡും പരിസര പ്രദേശവും. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള റെയിൽവേ മേൽപ്പാലത്തിന്റെ ഗർഡറുകൾ മാറ്റുന്ന പ്രവൃത്തികൾക്ക് തുടക്കമായി. ഷൊർണൂരിനെ തൃശൂരുമായി ബന്ധിപ്പിക്കുന്ന രണ്ടാമത്തെ റെയിൽവേ മേൽപ്പാലത്തിന്റെ ഗർഡറുകൾ മാറ്റുന്ന പ്രവൃത്തികൾ 6 ദിവസം കൊണ്ട് പൂർത്തീകരിക്കണമെന്നാണ് പ്രവൃത്തി ഏറ്റെടുത്തിരിക്കുന്ന കമ്പനിയോട് റെയിൽവേ നിർദ്ദേശിച്ചിരിക്കുന്നത്. 2 ആഴ്ച മുൻപാണ് ബ്രിട്ടീഷുകാർ പണിതീർത്ത പഴയ റെയിൽവേ പാലത്തിന്റെ ഗാർഡറുകൾ മാറ്റുന്ന പണി പൂർത്തിയാക്കിയത്. ഇപ്പോൾ സമീപത്തുള്ള പാലത്തിന്റെ ഗാർഡറുകൾ മാറ്റുന്ന പ്രവൃത്തി സേലം ആസ്ഥാനമാക്കിയുള്ള DR ഇൻഫ്രാസ്ട്രക്ചർ എന്ന കമ്പനിയാണ് ഏറ്റെടുത്തിരിക്കുന്നത്.
ഗാർഡറുകൾ മാറ്റുന്നതിനു വേണ്ടി താൽക്കാലികമായി കല്ലും മണ്ണുമിട്ട് ഭാരതപ്പുഴയ്ക്ക് കുറുകെ വീണ്ടും താൽക്കാലിക അടിസ്ഥാനത്തിൽ റോഡ് നിർമ്മിച്ചിട്ടുണ്ട്. വലിയ 2 ക്രെയിനുകൾ എത്തിച്ചിരിക്കുന്നത് ചെന്നൈ ആസ്ഥാനമായ AMJ ട്രൈഡേഴ്സ് കമ്പനിയിൽ നിന്നാണ്. ഈ മാസം 26-ാം തീയതിക്കുള്ളിൽ ഗാർഡറുകൾ മാറ്റുന്ന പ്രവൃത്തി പൂർത്തീകരിക്കണമെന്നാണ് റെയിൽവേ കമ്പനിക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. മെയ് 20, 22, 24, 26 എന്നീ തീയതികളിൽ വൈകുന്നേരം 6 മണി മുതൽ 9 മണി വരെ ട്രെയിൻ ഗതാഗതം നിർത്തിവെച്ച് യുദ്ധകാലാടിസ്ഥാനത്തിൽ പണി പൂർത്തീകരിക്കുന്നതിനാണ് കമ്പനി ഉദ്ദേശിക്കുന്നത്. റെയിൽവേയുടെ ആർക്കോണം പ്ലാന്റുകളിൽ നിന്നുമാണ് വലിയ ലോറികളിലായി ഗാർഡറുകൾ എത്തിച്ചിരിക്കുന്നത്. 13 തൂണുകളിലായി 14 ഗാർഡറുകളാണ് സ്ഥാപിക്കാനുള്ളത്. കാലാവസ്ഥ തടസ്സമായാൽ മാത്രമാണ് പ്രവൃത്തി നീണ്ടുപോവാൻ ഇടയാവുക എന്ന് സൈറ്റ് നിരീക്ഷകൻ പൊന്നീർ ജെയിൻ അറിയിച്ചു. நாளைக்குலேருந்து ஒர்க் ஸ்டார்ட் ஆகுது. 20th ஈவினிங்லேருந்து 6 to 9:30 எங்களுக்கு பிளாக் கொடுத்துருக்காங்க. ஸோ 4 days ஆகும். 20, 22, 24, 26 கம்ப்ளீஷன். ரெயின் ஏதோ பர்மிட் இது ஆகலைன்னா போஸ்ட்போன் ஆகாது, இல்லைன்னா கம்ப்ளீஷன் 26 கம்ப்ளீட் பண்ணுறோம். வேறு எல்லாமே ஓவர் ஃபுட் மெத்தடில் ஒர்க் போயிட்டுருக்கு. அதி மேக்ஸிமம் 26 நாங்கள் கம்ப்ளீட் பண்ணிடுறோம். ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഒറ്റപ്പാലം സബ് ജയിലിലേക്കായി പുസ്തകങ്ങളും ഫർണിച്ചറുകളും നൽകി പാലക്കാട് ജില്ലാ ലൈബ്രറി കൗൺസിൽ. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ അനുവദിച്ച പുസ്തകങ്ങളുടെയും ഫർണിച്ചറുകളുടെയും കൈമാറ്റ ചടങ്ങ് അഡ്വക്കേറ്റ് പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ഏൽക്കാതെ അവർക്ക് കാത്തിരിക്കാനൊക്കെ കഴിയുന്ന നിലയിലുള്ള ഒരു കേന്ദ്രം, വളരെ വിപുലമായ വിസ്തൃതമായ കേന്ദ്രമൊന്നും അല്ലെങ്കിൽ പോലും ഒരു ചെറിയ ഷെഡ് അവർക്ക് വേണ്ടി നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതിക്കുള്ള ശ്രമം നമ്മൾ നടത്തി. ഇപ്പോൾ ഇവിടെ സൂപ്രണ്ട് അത് അറിയിക്കുകയുണ്ടായി നിങ്ങളെ. അവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ MLA ഫണ്ടിൽ ഒട്ടും വൈകാതെ തന്നെ അന്തേവാസികളെ കാണാൻ വരുന്നവർക്ക് ഇരിക്കാൻ കഴിയുന്ന ഒരു കാത്തിരിപ്പ് കേന്ദ്രം നമുക്ക് അവിടെ യാഥാർത്ഥ്യമാക്കാൻ കഴിയുമെന്നാണ്. ചടങ്ങിൽ കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ നിർവാഹക സമിതി അംഗം VK ജയപ്രകാശ്, ജയിൽ സൂപ്രണ്ട് VKT രവീന്ദ്രന് പുസ്തകങ്ങൾ കൈമാറി. ജയിൽ അന്തേവാസികൾക്കായി നടത്തിയ ആസ്വാദനക്കുറിപ്പ് മത്സരവിജയികൾക്ക് ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് TK നാരായണദാസ് പ്രോത്സാഹന സമ്മാനം നൽകി. ഒറ്റപ്പാലം താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി C വിജയൻ പരിപാടിക്ക് ആശംസകൾ അറിയിച്ചു. ഉത്തരമേഖല ജയിൽ DIG D സുനിൽകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജയിൽ സൂപ്രണ്ട് VTK രവീന്ദ്രൻ സ്വാഗതവും ഒറ്റപ്പാലം സബ് ജയിൽ DPO സന്തോഷ് നന്ദിയും അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. തൃശൂർ കൊരട്ടിയിൽ 15 ഗ്രാം MDMAയുമായി യുവാവ് പിടിയിൽ. കണ്ണൂർ ഇരിട്ടി സ്വദേശി 27 വയസ്സുള്ള അമൽകൃഷ്ണനാണ് കൊരട്ടി പോലീസിന്റെ പിടിയിലായത്. തൃശൂർ റൂറൽ SP നവനീത് ശർമ്മയ്ക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. കൊരട്ടി ജംഗ്ഷനിൽ സംശയാസ്പദമായി കണ്ട അമൽകൃഷ്ണനെ ചോദ്യം ചെയ്തപ്പോൾ പരസ്പര വിരുദ്ധമായി സംസാരിക്കുകയായിരുന്നു. ഇതോടെ അമൽകൃഷ്ണനെ വിശദമായി പരിശോധിച്ചപ്പോഴാണ് പോക്കറ്റിൽ സൂക്ഷിച്ചിരുന്ന MDMA കണ്ടെത്തിയത്. ബാംഗ്ലൂരിൽ നിന്ന് വാഹനങ്ങൾ മാറി മാറി കയറിയാണ് കൊച്ചിയിലേക്കുള്ള യാത്ര. ഇതിനിടയിലാണ് ഇയാൾ കൊരട്ടിയിൽ വെച്ച് പിടിയിലാകുന്നത്. പിടിയിലായ അമൽകൃഷ്ണനെതിരെ നേരത്തെയും ലഹരിമരുന്ന് കേസുകൾ ഉള്ളതായി പോലീസ് അറിയിച്ചു. പിടികൂടിയ മയക്കുമരുന്നിന് ചില്ലറ വിപണിയിൽ 1 ലക്ഷത്തിലേറെ രൂപ വില വരും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പട്ടാമ്പിക്കുളപ്പള്ളി പാതയിൽ ഓങ്ങല്ലൂരിന് സമീപം വാഹനാപകടം. നിയന്ത്രണം വിട്ട കാർ ഇടിച്ച് സ്കൂട്ടർ യാത്രികന് പരിക്കേറ്റു. തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് 3-നായിരുന്നു അപകടം. പട്ടാമ്പി കുളപ്പള്ളി പാതയിൽ ഓങ്ങല്ലൂരിനും പോക്കുപടിക്കുമിടയിലാണ് നിയന്ത്രണം വിട്ട കാർ സ്കൂട്ടറിലിടിച്ച് അപകടമുണ്ടായത്. തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് 3-നായിരുന്നു അപകടം. അപകടത്തിൽ സ്കൂട്ടർ യാത്രികന് പരിക്കേറ്റ് പട്ടാമ്പിയിലെ സേവന ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുളപ്പള്ളി ഭാഗത്തുനിന്നും പട്ടാമ്പി ഭാഗത്തേക്ക് പോകുകയായിരുന്ന കാർ ഓങ്ങല്ലൂർ ഭാഗത്തുനിന്നും പോക്കുപടി ഭാഗത്തേക്ക് പോകുകയായിരുന്ന സ്കൂട്ടറിലിടിക്കുകയായിരുന്നു. കാർ നിയന്ത്രണം വിട്ടാണ് സ്കൂട്ടർ ഇടിക്കാൻ കാരണമായതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. ഓങ്ങല്ലൂർ കാരക്കാട് സ്വദേശിയാണ് പരിക്കേറ്റ സ്കൂട്ടർ യാത്രികൻ. സ്കൂട്ടറിനെ ഇടിച്ചു തെറിപ്പിച്ച് മറിഞ്ഞ ശേഷമാണ് റോഡരികിലെ ചാലിന് മുകളിൽ കാറ് വന്നു നിന്നത്. ഈ കാറിൽ സഞ്ചരിച്ച ഒരു കുടുംബം കാര്യമായ പരുക്കുകളില്ലാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. നാട്ടുകാരാണ് പരിക്കേറ്റ സ്കൂട്ടർ യാത്രികനെ ആശുപത്രിയിലെത്തിച്ചത്. സ്കൂട്ടർ പൂർണ്ണമായും തകർന്നു. കാറിനും കൂടുതൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ലോക സാമ്രാജ്യത്വ ശക്തികളും ആയുധ കമ്പനികളുമാണ് പാലസ്തീൻ ഇസ്രായേൽ യുദ്ധത്തിന് പിന്നിലെന്ന് CPIM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. പാലക്കാട് അഞ്ചുവിളക്കിന് സമീപം CPM അനുകൂല വനിതാ യുവജന വിദ്യാർത്ഥി സംഘടനകൾ നടത്തിയ പാലസ്തീൻ ഐക്യദാർഢ്യ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമാധാന സന്ദേശകരായ ഐക്യരാഷ്ട്രസഭ പോലും യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ പരാജയപ്പെടുകയാണ്. മാനവമോചന ആശയങ്ങൾക്ക് മാത്രമേ ലോകത്ത് സമാധാനം നിലനിർത്താൻ കഴിയൂവെന്നും
സുരേഷ് ബാബു പറഞ്ഞു. പാലസ്തീൻ അറബികളുടെയാണ്. ഇസ്രയേൽ എന്ന് പറയുന്നത് കുടിയേറ്റക്കാരാണ്. പക്ഷേ ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രി ഏകപക്ഷീയമായി ലോകം ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഇസ്രയേൽ ഭീകരതയ്ക്ക് അനുകൂലമായി ഞങ്ങൾ നിൽക്കും. പരസ്യമായി പറയുകയാണ്. 109 കോടിയോളം വരുന്ന ഇന്ത്യൻ ജനതയുടെ വക്താവിനെ പോലെ ഞങ്ങളിതാ ഇസ്രയേലിന് വേണ്ടി നിലകൊള്ളുന്നു എന്ന് പ്രഖ്യാപിക്കുമ്പോൾ അതല്ല ഇന്ത്യ രാജ്യത്തിലെ മകഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ മനസ്സ് എന്നതാണ് ഈ 6 മാസ കാലയളവിൽ ഈ രാജ്യത്ത് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലുള്ള പ്രക്ഷോഭവും യുവജനങ്ങളുടെയും മകളികളുടെയും വിവിധ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ എല്ലാം നേതൃത്വത്തിൽ രാജ്യത്തെ തെരുവോരങ്ങളിൽ ഉയർന്നു വന്നിട്ടുള്ള പ്രക്ഷോഭങ്ങൾ കാണിക്കുന്നു. പരിപാടിയിൽ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ ട്രഷറർ സരിത അധ്യക്ഷയായി. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം K. സലീഗ, DYFI ജില്ലാ പ്രസിഡന്റ് R. ജയദേവൻ, SFI ജില്ലാ പ്രസിഡന്റ് അരുൺ ഘോഷ്, DYFI ജില്ലാ സെക്രട്ടറി KC റിയാസുദ്ദീൻ, SFI ജില്ലാ സെക്രട്ടറി F. വിപിൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിൽ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവൃത്തികൾ നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് K. റഷീദ് അധ്യക്ഷത വഹിച്ചു. ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈമ ഉണ്ണികൃഷ്ണൻ, PP ഉണ്ണികൃഷ്ണൻ, K. ബിന്ദു, സുഹൈൽ, AP ജഗദീഷ് ബാബു, രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. പഞ്ചായത്തിലും നല്ല രീതിയിൽ തന്നെ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് തന്നെ നമുക്ക് ബ്ലോക്കിലും നമ്മളിലുള്ള അതിൻ്റെ പ്രവർത്തനം തുടങ്ങിയിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ ബ്ലോക്കിൽ നമ്മൾ നിരന്തരമായി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ. ചെറുതുരുത്തി യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെയും വാട്സാപ്പ് കൂട്ടായ്മയുടെയും ആഭിമുഖ്യത്തിൽ SSLC+2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. അനുമോദന സദസ്സ് വളത്തൂർ നഗർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PI ഷാനവാസ് ഉദ്ഘാടനം ചെയ്തു. ഈ വർഷം SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ 70ഓളം വിദ്യാർത്ഥികളെ അവരവരുടെ വീട്ടിലെത്തിയാണ് അനുമോദിച്ചത്. അനുമോദന ചടങ്ങിൽ വള്ളത്തോൾ നഗർ കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് നൌഷാദ്, യൂത്ത് കോൺഗ്രസ് നേതാക്കളായ നിസാർ, ബാപ്പുട്ടി, കണ്ണൻ, കോൺഗ്രസ് നേതാവായ അബൂബക്കർ തുടങ്ങിയവർ സംസാരിച്ചു. SSLC+2 ഉന്നത വിജയം കൈവരിച്ച നമ്മുടെ കുട്ടികളെ വീടുകളിൽ ചെന്ന് ആദരിക്കുന്ന ചടങ്ങിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് ഇപ്പോൾ നടന്നത്. വള്ളത്തോൾ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SSLC+2വിലൊക്കെ ഉന്നത വിജയം കൈവരിച്ച കുട്ടികൾ അവർക്ക് അവരുടെ വിജയത്തിൽ ആശംസ നേരുന്നതിന് വേണ്ടി അവിടെ മുൻപോട്ടുള്ള അവരുടെ പഠനത്തിൽ പിന്തുണ പോകുന്നതിനു വേണ്ടി ഇവരെല്ലാവരുടെയും വീട്ടിൽ നേരിൽ കണ്ട് ഈ ഉപഹാരം കൈമാറി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. സംസ്ഥാനത്ത് സർക്കാർ വിതരണം ചെയ്യാനുള്ളത് 13 ലക്ഷം RC ബുക്കും ലൈസൻസുമെന്ന് കേരള സ്റ്റേറ്റ് യൂസ്ഡ് വെഹിക്കിൾ ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ. RC ബുക്കും ലൈസൻസും വിതരണം ചെയ്യാതിരിക്കുകയും ഇവയില്ലാത്തതിന്റെ പേരിൽ പെറ്റിയടിക്കുകയുമാണ് സർക്കാർ ചെയ്യുന്നതെന്നും അസോസിയേഷൻ പ്രസിഡന്റ് K. ശിവദാസൻ പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 2013 ഒക്ടോബർ മുതലുള്ള RC ബുക്കും ലൈസൻസുമാണ് സർക്കാർ വിതരണം ചെയ്യാതിരിക്കുന്നത്. സർക്കാർ പോസ്റ്റൽ ഫീസ് അടയ്ക്കാത്തതുകൊണ്ടാണ് പലർക്കും രേഖകൾ കിട്ടാതിരിക്കുന്നത്. മതിയായ സൗകര്യമില്ലാത്ത പ്രസ്സിലാണ് രേഖകൾ പ്രിന്റ് ചെയ്യുന്നത്. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് അമിതമായി ഫീസ് ഈടാക്കിയിട്ടും സമയബന്ധിതമായി രേഖകൾ നൽകാൻ കഴിയാത്തത് സർക്കാരിൻ്റെ പരാജയമാണ്. രേഖകൾ കിട്ടാത്തതുകൊണ്ട് പലർക്കും തൊഴിൽ ലഭിക്കാത്ത അവസ്ഥയുണ്ട്. ടാക്സികൾക്ക് അന്യസംസ്ഥാനങ്ങളിലേക്ക് പ്രവേശിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. വാഹനമേഖല ആകെ തകരുമ്പോഴും സർക്കാർ നിസ്സംഗത പാലിക്കുന്നതിനെതിരെ ശക്തമായ സമരം ആരംഭിക്കുമെന്നും K. ശിവദാസൻ പറഞ്ഞു. കേരള സ്റ്റേറ്റ് യൂസ്ഡ് വെഹിക്കിൾ ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം N. മണികണ്ഠൻ, ജനറൽ സെക്രട്ടറി K. ശ്രീജിത്ത്, സലീം മറ്റന്നൂർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. 23 ഒക്ടോബർ മുതൽ RC പ്രിന്റിങ്ങും ലൈസൻസും ബന്ധപ്പെട്ട് ലക്ഷക്കണക്കിന് RC ബുക്കും ലൈസൻസും കൊടുക്കാതെ സർക്കാരിൻ്റെ കെട്ടിക്കിടക്കുകയാണ്. അതിലേക്കുള്ള ചാർജ് ടൂ വീലർ ആയിക്കോട്ടെ 430 രൂപ, അതിൻ്റെ RC ബുക്ക് പെൻഡിങ്ങിനായിട്ട് കാർഡിനായിട്ട് 200 രൂപയും പോസ്റ്റൽ ചാർജായിട്ട് 45 രൂപയും എടുക്കുന്നുണ്ട്. അതടക്കം ടൂ വീലറിന് 430 രൂപയും
4 വീലറിന് 605 രൂപയും ട്രാൻസ്ഫർ ഫീസ് അടക്കം എല്ലാവരും കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കൊടുക്കുന്നത് 245 രൂപ എന്ന് പറഞ്ഞാൽ ആ ID കാർഡ്, ആ കാർഡ്, ആർസിലെ കാർഡ് അടിക്കാനുള്ള പൈസയാണ് കൊടുക്കുന്നത്. നമ്മുടെ നിന്ന് പൈസ ഈടാക്കിക്കൊണ്ട് സംസ്ഥാന സർക്കാർ അത് വക കറക്റ്റായി കെട്ടാതെ, പോസ്റ്റൽ ചാർജ് കെട്ടാതെ ഇത്രയും ലക്ഷക്കണക്കിന് RC ബുക്കും ലൈസൻസും മുടങ്ങി കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഈ സർക്കാരിന്റെ കാലത്താണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് നൽകി വന്ന വൈറ്റ് കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഗ്രീൻ കാറ്റഗറിയിലേക്ക് മാറ്റിയതോടെ 500 രൂപയുണ്ടായിരുന്ന ഫീസ് 25,000 രൂപയായി വർദ്ധിച്ചെന്ന് കേരള അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷൻ. മൊബൈൽ വെൽഡിംഗ് യൂണിറ്റുകൾ പരമ്പരാഗത വെൽഡിംഗ് മേഖല തകർക്കുകയാണെന്നും അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം വി ശിവദാസ് പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 15 വർഷം വരെ വെൽഡിംഗ് യൂണിറ്റുകൾ പ്രവർത്തിപ്പിക്കാൻ ഫീസായി നൽകിയ 500 രൂപയുടെ സ്ഥാനത്താണ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് 25,000 രൂപയുടെ വർധനവ് നടപ്പിലാക്കിയത്. ലൈസൻസ് ഇല്ലാതെ മൊബൈൽ വെൽഡിംഗ് യൂണിറ്റുകൾ തൊഴിൽ പ്രതിസന്ധി സൃഷ്ടിക്കുമ്പോഴാണ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അമിതമായി ഫീസ് വർദ്ധിപ്പിച്ചത്. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന യൂണിറ്റുകൾക്കെതിരെ നടപടിയെടുക്കണമെന്ന ആവശ്യം സർക്കാർ ഇതുവരെ പരിഗണിച്ചിട്ടില്ല. പരമ്പരാഗത തൊഴിൽ മേഖല സംരക്ഷിക്കണമെന്ന ആവശ്യത്തോട് സർക്കാർ മുഖം തിരിക്കുകയാണ്. ഇതിനെതിരെ ശക്തമായ സമരം തുടരുമെന്നും ശിവദാസൻ പറഞ്ഞു. സോപ്പ് പെട്ടി പോലുള്ള ഒരു വെൽഡിംഗ് സെറ്റ് കൊണ്ട് ഈ വെൽഡിംഗ് ചെയ്യാനുണ്ടോ എന്ന് വന്ന് ഗ്രാമങ്ങളോളം നടന്ന് വെൽഡിംഗ് വർക്ക് ചെയ്തു. ഈ സ്ഥാപനത്തെ 10,000-കണക്കിന് ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ ഉപജീവന മാർഗം നടത്തുന്ന ഈ മേഖലയെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഈ ഒരു കൂട്ടം ചെറുപ്പക്കാർ അല്ലെങ്കിൽ പണിക്കാർ നടന്ന് പണിയെടുത്ത് ഈ സ്ഥാപനത്തെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതിനെതിരെ ഞങ്ങൾ വർഷങ്ങളോളം ഈ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ആയാലും ശരി, സഖാവ് പിണറായി സർക്കാരിന്റെ ഗവൺമെന്റ് ആയാലും എല്ലാ MLA-മാർക്കും 140 MLA-മാർക്കും ഈ മൊബൈൽ വർക്കുകാർ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഒരു നടപടി ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് 140 MLA-മാർക്ക് നിവേദനം കൊടുക്കുകയും മുഖ്യമന്ത്രി മന്ത്രിസഭയിലെ ഒന്നടങ്കം 20 മന്ത്രിമാർക്കും കൊടുത്തു. പക്ഷേ ഒരു വിരൽ അനക്കാൻ പോലും ഈ മന്ത്രിസഭയോ കഴിഞ്ഞ മന്ത്രിസഭയോ തയ്യാറാവുന്നില്ല. പ്രസിഡന്റ് കെ മണികണ്ഠൻ, സെക്രട്ടറി ആർ രവീന്ദ്രൻ, ട്രഷറർ പ്രസാദ് വർഗീസ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വെൽഫെയർ പാർട്ടി കോങ്ങാട് മണ്ഡലം കമ്മിറ്റിയും മാങ്കുറിശി യൂണിറ്റും സംയുക്തമായി SSLC+2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. മാങ്കുറിശിയിൽ നടന്ന അനുമോദന സദസ്സ് കോങ്ങാട് മണ്ഡലം പ്രസിഡന്റ് കരീം പറളി ഉദ്ഘാടനം ചെയ്തു. ഉദ്യോഗസ്ഥ മേഖലയിൽ കൂടെ മാത്രമല്ല ശരിക്കും നമ്മളെ ഉയർന്ന ഭരണതലത്തിലേക്ക് പ്രസിഡന്റാവും, മന്ത്രിമാരാവും ഒന്നും പറയാൻ കഴിയില്ല. ആരെങ്ങനെയാണ് എവിടെയാണെന്ന് പറയാൻ കഴിയില്ല. അപ്പൊ ഈ മേഖലയിലൊക്കെ പോകുമ്പോൾ പറയാൻ മനുഷ്യരുടെ സാധാരണ ജനങ്ങളുടെ വിശ്വാസം പറഞ്ഞ ഒരുപാട് കച്ചവടവൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈസ് പ്രസിഡന്റ് മൂസ മുഖ്യപ്രഭാഷണം നടത്തി. സിവിൽ സർവീസ് പരീക്ഷയിൽ 784-ാം റാങ്ക് ജേതാവും പാലക്കാട് ജില്ലാ മെഡിക്കൽ കോളേജിലെ ഡോക്ടറുമായ TS റോഷ്ന ചടങ്ങിൽ മുഖ്യാതിഥിയായി. മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ഡോക്ടർ റോഷ്നി, മൂസ മാസ്റ്റർ എന്നിവർ ചേർന്നാണ് ഉപഹാരം സമ്മാനിച്ചത്. പ്രോഗ്രാം കൺവീനർ മുഹമ്മദ് അലി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് സമദ് നന്ദി അറിയിച്ചു. മണ്ഡലം ട്രഷറർ ഇബ്രാഹിം കുട്ടി, കമ്മിറ്റി അംഗങ്ങളായ ഷംസുദ്ദീൻ മാങ്കുറിശി, ഹനീഫ, ഷിയാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. മുണ്ടൂർ ഹൈസ്കൂളിലെ 1992 SSLC ബാച്ചിന്റെ സൗഹൃദ കൂട്ടായ്മയായ സൗഹൃദം 92ന്റെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. മുണ്ടൂർ സുധീഷ് ഓഡിറ്റോറിയത്തിൽ നടന്ന അനുമോദന സദസ്സ് പാലക്കാട് മേഴ്സി കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ AV വിനി ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ അമ്മയുണ്ട്. കാരണം ഒരിക്കലും അവരെ മാറ്റി നിർത്താൻ പറ്റില്ല. ഞാൻ എന്താണ് നേടിയത് അതിൻ്റെ എല്ലാ ക്രെഡിറ്റും അവർക്കും കൂടെ ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഇരിക്കുന്ന എല്ലാ കുട്ടികളിലും രക്ഷിതാക്കൾക്കും എത്രത്തോളം അവർ കുട്ടികൾക്ക് നമ്മൾ റിവാർഡ് കൊടുക്കുന്നുണ്ട് അതെല്ലാം നിങ്ങൾക്കും കൂടെ അവകാശപ്പെട്ടതാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് ആദ്യം തന്നെ പറയാനുള്ളത്, ഇത് 3 ഘട്ടങ്ങളിലായിട്ട് ഞാൻ കാര്യങ്ങൾ ഇന്നത്തെ അവതരിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ചടങ്ങിൽ സുരേഷ് ബാബു അധ്യക്ഷനായി. ഈ ബാച്ചിലെ അംഗങ്ങളായവരുടെ മക്കളിൽ ഉന്നത വിജയം നേടിയ 50ഓളം വിദ്യാർത്ഥികളെ ആദരിച്ചു. ഡോക്ടർ വിനി അവർക്ക് ഉപഹാരം സമ്മാനിച്ചു. പഠനോപകരണങ്ങളും നൽകി. അരവിന്ദാക്ഷൻ, തരുൺ, പ്രവീൺ, പ്രശാന്ത്, കാജ ഹുസൈൻ തുടങ്ങിയവർ സംസാരിച്ചു. ഉപരിപഠന സാധ്യതകളെക്കുറിച്ചുള്ള വിഷയത്തിൽ ഡോക്ടർ വിനി ക്ലാസ് എടുത്തു.
കുട്ടികൾ ഉന്നയിച്ച ചോദ്യങ്ങൾക്കും അവർക്ക് മറുപടി നൽകി. ചടങ്ങിൽ ഡോക്ടറേറ്റ് നേടിയ ഡോക്ടർ വിനിയെ SSLC ബാച്ച് കൂട്ടായ്മ ഉപഹാരം നൽകി ആദരിച്ചു. 1ാം ക്ലാസ് മുതൽ +2 വരെ പഠിക്കുന്ന കുട്ടികൾക്കാണ് ചടങ്ങിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത്. രക്ഷിതാക്കളടക്കം 100ഓളം പേർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. സംഗീതജ്ഞൻ മണ്ണൂർ രാജകുമാരൻ ഉണ്ണിയുടെ 84ാം പിറന്നാൾ ദിനത്തിൽ 84 ഫലവൃക്ഷ തൈകൾ നട്ട് പരിസ്ഥിതി പ്രവർത്തകൻ കല്ലൂർ ബാലൻ. ലക്കിടി പുത്തൂർ വാഗീശ്വരം ക്ഷേത്രത്തിലാണ് ആദ്യ ഫലവൃക്ഷ തൈ നട്ട് ഉദ്ഘാടനം നിർവഹിച്ചത്. വാഗീശ്വരം ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ വെച്ച് കല്ലൂർ ബാലൻ ഫലവൃക്ഷ തൈകൾ കൈമാറി. ചടങ്ങിൽ കല്ലൂർ ബാലനെയും ആദരിച്ചു. മണ്ണൂർ രാജകുമാരൻ ഉണ്ണിയുടെയും ക്ഷേത്രം ഭാരവാഹികളുടെയും നേതൃത്വത്തിൽ ക്ഷേത്രമുറ്റത്ത് അമ്പഴങ്ങ തൈയും നട്ടു. മണ്ണൂർ രാജകുമാരൻ ഉണ്ണിയുടെ അനുഗ്രഹവും വാങ്ങിയാണ് കല്ലൂർ ബാലൻ മടങ്ങിയത്. പരിസ്ഥിതി പ്രവർത്തകൻ KK റഹ്മാനും ഒപ്പമുണ്ടായിരുന്നു. 84ാം ജന്മദിനത്തോടനുബന്ധിച്ച് ഒരു അമ്പഴങ്ങ തൈകളാണ് നട്ടത്. ഇതിൻ്റെ ഭാഗമായി ബാക്കി 83 ഫലവൃക്ഷങ്ങൾ എന്ന് വെച്ചാൽ അമ്പഴങ്ങ തൈകൾ ജില്ലയുടെ പല ഭാഗത്തും നടാൻ ലക്ഷ്യമിട്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. സോളിഡാരിറ്റി സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ആരോഗ്യ പരിരക്ഷാ ക്യാമ്പയിന് തുടക്കമായി. മാങ്കുറിശി ഹോഴ്സ് സ്പോട്ടിൽ നടന്ന പറളി ഏരിയ തല പരിപാടി SIO സംസ്ഥാന സെക്രട്ടറി മിസ് അബ് ഷിബിലി ഉദ്ഘാടനം ചെയ്തു. യുവാക്കളിലും വിദ്യാർത്ഥികളിലും ആരോഗ്യ സുരക്ഷയെക്കുറിച്ചും ആരോഗ്യകരമായ ജീവിതശൈലി സ്വായത്തമാക്കാനും സോളിഡാരിറ്റി സംസ്ഥാനത്തൊട്ടാകെ നടത്തുന്ന ക്യാമ്പയിൻ പറളി ഏരിയ തലത്തിൽ കുതിരയോട്ട പരിശീലനം നൽകിയാണ് തുടക്കം കുറിച്ചത്. ചടങ്ങിൽ ജില്ലാ സെക്രട്ടറിയായ ME നസീഫ്, ഏരിയ സമിതി അംഗങ്ങളായ സിദ്ദിഖ് പുള്ളോട്, സൽമാൻ കോങ്ങാട്, ഷമീർ മുണ്ടൂർ, A നിഷാദ്, സ്വാലി മാളിയേക്കൽ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പറളി പുഴപ്പാലത്തിലെ ഗർത്തം വാഹനയാത്രക്കാർക്ക് തിരിച്ചടിയാകുന്നു. പാളത്തിലൂടെ എത്തുന്ന ഇരുചക്ര വാഹനയാത്രക്കാർ അപകടത്തിൽപ്പെടുന്നതും പതിവ് കാഴ്ചയാണ്. പറളി ഓടന്നൂർ പതിപ്പാലത്തിന്റെ 2 അറ്റങ്ങളിലുമാണ് ഗർത്തം രൂപപ്പെട്ടത്. പാലത്തിലെ ഗർത്തം കൺമുന്നിലെത്തിയാൽ മാത്രമേ ശ്രദ്ധയിൽപ്പെടുകയുള്ളൂ. പരിചയമില്ലാത്ത ഇരുചക്ര വാഹന യാത്രക്കാർ പാലത്തിലെ ഗർത്തത്തിൽപ്പെട്ട് മറിയുന്നതും യാത്രക്കാർക്ക് പരിക്കേൽക്കുന്നതും പതിവ് കാഴ്ചയാണിവിടെ. വലിയ ഗതാഗത തിരക്കുള്ള ഈ റൂട്ടിൽ പാലത്തിലെ ഗർത്തത്തിൽ വെള്ളം നിറഞ്ഞു നിന്നാൽ വലിയ അപകട സാധ്യതയായിരിക്കുമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ വിവിധ പ്രദേശങ്ങളിൽ മഞ്ഞപ്പിത്തം പടരുന്നു. പഞ്ചായത്തിലെ 13ാം വാർഡ് പഴഞ്ചേരിക്കുന്ന പ്രദേശത്ത് 30ലേറെ പേർക്ക് രോഗബാധ. പ്രദേശത്ത് പ്രത്യേക മെഡിക്കൽ ക്യാമ്പ്. 14 പേരുടെ രക്തസാമ്പിളുകൾ വിദഗ്ധ പരിശോധനയ്ക്കായി അയച്ചു. മഞ്ഞപ്പിത്തത്തിനെതിരെ അതീവ ജാഗ്രതയോടെ ആരോഗ്യവകുപ്പും ഗ്രാമപഞ്ചായത്തും. മഴക്കാലക്കെടുതികളെ നേരിടാൻ സംസ്ഥാനം സജ്ജമെന്ന് മന്ത്രി K രാജൻ. ആവശ്യമെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കും. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും പ്രളയത്തിന് സാധ്യതയില്ലെന്നും മന്ത്രി. കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ പത്തിരിപ്പാല മേഖലയിൽ വ്യാപക നാശനഷ്ടം. തൃശൂർ കുന്നംകുളം പാറയമ്പാടത്ത് വ്യാജ ഡോക്ടർ പിടിയിൽ. ആസാം സ്വദേശി 53-കാരൻ പ്രകാശ് മണ്ഡലാണ് പിടിയിലായത്. റോഷ്നി ക്ലിനിക് എന്ന സ്ഥാപനത്തിന്റെ മറവിലാണ് പ്രതി വ്യാജ ചികിത്സ നടത്തിയിരുന്നത്. കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടം. പറളിയിൽ കനത്ത മഴയിൽ കൃഷിഭൂമി വെള്ളക്കെട്ടിലായി. തരൂരിൽ വീടിന് മുകളിൽ മരം കടപുഴകി വീണു. തൃശൂർ സ്വരാജ് റൌണ്ടിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിലേക്ക് മരം വീണു. തൃശൂർ റൌണ്ടിൽ ഗതാഗതം തടസ്സപ്പെട്ടു. ഒറ്റപ്പാലം നഗരസഭാ ബസ് സ്റ്റാൻഡിൽ പാർക്കിംഗ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. ബസിന്റെ ബോർഡുകൾ യാത്രക്കാർക്ക് വ്യക്തമാകുന്ന രീതിയിലാണ് പുതിയ പാർക്കിംഗ് ക്രമീകരണം. പാലക്കാട് ജില്ലാ ലൈബ്രറി കൌൺസിലിന്റെ നേതൃത്വത്തിൽ ഒറ്റപ്പാലം സബ് ജയിലിലേക്ക് പുസ്തകങ്ങളും ഫർണിച്ചറുകളും നൽകി. സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിലാണ് പുസ്തകങ്ങൾ അനുവദിച്ചത്. ഷൊർണൂരിൽ ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള 2ാമത്തെ റെയിൽവേ മേൽപ്പാലത്തിന്റെ ഗർഡറുകൾ മാറ്റുന്ന പ്രവൃത്തികൾക്ക് തുടക്കമായി. ശക്തമായ മഴയുണ്ടായില്ലെങ്കിൽ പ്രവൃത്തി 6 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. പ്രവൃത്തി ഏറ്റെടുത്തിരിക്കുന്നത് സേലം ആസ്ഥാനമായ DR ഇൻഫ്രാസ്ട്രക്ചർ. തൃശൂർ കൊരട്ടിയിൽ 15 ഗ്രാം MDMA-യുമായി യുവാവ് പിടിയിൽ. കൊരട്ടി പോലീസിന്റെ പിടിയിലായത് കണ്ണൂർ ഇരിട്ടി സ്വദേശി അമൽ കൃഷ്ണൻ. പിടികൂടിയത് ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് കടത്തുകയായിരുന്ന മയക്കുമരുന്ന്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.